ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫേസ് പെയിൻറ്റിങ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഹെയർ സ്റ്റൈലിംഗ് ആണ് ചെയ്തിരുന്നത്, വേവി ഹെയർ ആണ് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഫേസ് പെയിൻറ്റിങ് ചെയ്യാമെന്ന്. അപ്പോൾ വാട്ടർ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഞാൻ പൊതുവെ ആക്രിലിക് പെയിൻറ്റിംഗ് ആണ് എനിക്ക് പോർട്രേറ്റ് പെയിൻറ്റിങ് അറിയുക. വാട്ടർ കളർ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെ ഇതൊരു ജസ്റ്റ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഫസ്റ്റ് ഫേസ് പെയിൻറ്റിങ് ചെയ്തിട്ടാണ് പിന്നെ ഹെയറിലോട്ട് കടക്കുക. ഞാൻ നേരെ തിരിച്ചാണ് ചെയ്തത്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് ഇത് ചെയ്തിട്ട് ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാവും എന്നുള്ളതെല്ലാം നോക്കാം കേട്ടോ. സോ ഞാൻ ഈ ഒരു 3 കളേഴ്സാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. യെല്ലോ ഓക്കർ, സ്കാർലറ്റ് ലേക്കും പിന്നെ കൊബാൾട്ട് ബ്ലൂ. ഓക്കെ, അപ്പോൾ ഞാൻ കൊബാൾട്ട് ബ്ലൂ ഒക്കെ ജസ്റ്റ് ഒരു ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അത് മിക്സ് ചെയ്യുമ്പം എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ശരിക്കും കാഡ്മിയം റെഡാണ് നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്കാർലറ്റിലേക്ക് എടുത്തിട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെ ബ്ലൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പോർട്രേറ്റ് ഡ്രോയിങ് ചെയ്യുമ്പോഴേ വാട്ടർ കളറിൽ പ്രത്യേകിച്ച് ജസ്റ്റ് ഇതൊന്ന് ടിൽറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഈ ബുക്കെ ഒന്ന് ടിൽറ്റ് ചെയ്ത് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ പാട് അതങ്ങ് പൊക്കോളും. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ വെക്കുന്നതാണ് ബുദ്ധി. ഓക്കെ, ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് നോക്കാം. കുറച്ച് വൈറ്റ് വെച്ചിട്ട് ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഐസും ഐബ്രോസും ബാക്കിയുള്ള ഏരിയാസും നോക്കാം. ഐസ് ചെയ്യാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, സാരമില്ല. നമ്മൾ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിപ്പം വരയ്ക്കുക എന്നുള്ളത് പെർഫെക്റ്റ് ആയെന്നൊന്നും ഞാൻ പറയണില്ല, എന്നാലും നമുക്കൊരു ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ അത്രയേ ഉള്ളൂ. ഇതാരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് തോന്നിയ ഒരു ആൾ, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന ഒരു ഫിഗർ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ഇറ്റ്. ഞാൻ പറഞ്ഞു, ഞാൻ പോർട്രേറ്റ് ഡ്രോയിങ്ങിൽ വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഇതിപ്പം കാണിച്ചത് വേവി ഹെയർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസും കൂടെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഫൈനൽ ഔട്ട്ലുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി ചിത്രവസ്ത്ര സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.